ഫ്രണ്ട്സ്, നമുക്ക് സർവീസിന് വന്നിരിക്കുന്ന ഒരു എയ്സറിന്റെ ലാപ്ടോപ്പാണ്. അപ്പോൾ അതിന്റെ ബോർഡാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇതിന്റെ കംപ്ലൈന്റ് എന്താ കസ്റ്റമർ പറയുന്നത്, ജസ്റ്റ് ഇൻഡിക്കേഷൻ, LED ഇൻഡിക്കേഷൻ ഉണ്ട്. നമുക്ക് എന്താ ചെയ്യുക, ബോർഡ് ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ ക്ലൈമറ്റ് പരമായി വന്ന ഇഷ്യൂസാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ബോർഡ് ചെക്ക് ചെയ്യാം. കസ്റ്റമർ അഡാപ്റ്റർ തന്നെ നോക്കുന്ന സമയത്ത് പവർഗോ അഥവാ ലോക്കൽ അഡാപ്റ്ററാണ് നമ്പർ 1. അപ്പോൾ ഈ അഡാപ്റ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഞാൻ സപ്ലൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ അഡാപ്റ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കുന്നുണ്ട്, ഇവിടെ ഒരു ഇൻഡിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഓക്കെ, ഇനി ഇതിൻ്റെ അഡാപ്റ്റർ കൊടുത്തു കഴിഞ്ഞാൽ അഥവാ ടൈപ്പ് സി കൊടുത്തു കഴിഞ്ഞാലും ഇതേമായി തന്നെ ഒരു ഇൻഡിക്കേഷനോ കാര്യങ്ങളോ ഒന്നും റെസ്പോൺസ് ഒന്നും കാണുന്നില്ല. പവർ ബട്ടൺ പ്രസ് ചെയ്താലൊന്നും യാതൊരു റെസ്പോൺസും ഇല്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മളിതിൻ്റെ ഈ കമ്പനി കൊടുത്ത അഡാപ്റ്ററാണിത്. അഥവാ കസ്റ്റമർ ഈ അഡാപ്റ്റർ കംപ്ലൈന്റ് ആയിട്ടുണ്ടാവും. അതിന്റെ അടിസ്ഥാനത്തിലാണ് മേ ബി ഈ ഒരു പവർഗോ ലോക്കൽ അഡാപ്റ്റർ വാങ്ങിച്ചിട്ടുണ്ടാവുക. അഥവാ ടൈപ്സ് ഉണ്ടായതുകൊണ്ട് യൂസ് ചെയ്യാന്നുള്ള വകുപ്പിൽ കുഴപ്പമൊന്നുമില്ല, സെറ്റാണ്. പക്ഷെ OG ഒരു അഡാപ്റ്റർ വാങ്ങിക്കുകയാണെങ്കിൽ ഈ സാധനം കംപ്ലൈന്റ് ആവില്ല. ഇതിന്റെ OG അഡാപ്റ്റർ, ഇതിന് കൊടുത്തിരുന്ന കമ്പനി കൊടുത്തിരുന്ന ഈ അഡാപ്റ്റർ ആയിരിക്കും. ഇത് കൊടുക്കുന്ന സമയത്ത് സിസ്റ്റം കണ്ടില്ലേ, സിസ്റ്റം വർക്കിംഗ് ആണ്. ഓക്കെ, ഇത് ഡിസ്പ്ലേ കാര്യങ്ങളൊന്നും ഇല്ല. ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കണ്ടീഷനിൽ ഇതിൽ ഡസ്റ്റ് കണ്ടില്ലേ, കംപ്ലീറ്റ് ഫില്ലായിക്കണം. ഫാന് കംപ്ലീറ്റ് ഫില്ലാണ്. ദെൻ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെയൊക്കെ വാട്ടർ ഡാമേജ് ആണ്, കംപ്ലീറ്റ്ലി ഫംഗസ് വാട്ടർ ഡാമേജ്. ഇതാണ് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്. എന്താ വെച്ചാൽ ഇപ്പൊ ക്ലൈമറ്റ് ആകെ ചേഞ്ച് ചെയ്തുകൊണ്ട് ഇനി ക്ലീൻ ചെയ്താൽ എടുക്കാന്ന് പറയാൻ പറ്റില്ല. ഹോട്ട് ക്ലൈമറ്റ് ആണ് സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ക്ലീനിങ് കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഫംഗസ് പ്രൊഡക്ഷൻ ആയി, ടൈം ഓവറായി. അതുകൊണ്ട് എന്താവും, ഇതിന് റിപ്പയർ ചെയ്തെടുക്കാൻ കഴിയും, പക്ഷെ റിപ്പീറ്റ് കംപ്ലൈന്റ് വരാൻ ചാൻസ് കൂടുതൽ. എന്താണെന്നുള്ളത് നോക്കിയാലേ പറയാൻ കഴിയുള്ളൂ. അഡാപ്റ്റർ വാങ്ങുന്ന സമയത്ത് ഒരു രക്ഷയില്ല, OG അഡാപ്റ്റർ തന്നെ. അഥവാ ഇപ്പോൾ ടൈപ്പ് സി ആയതുകൊണ്ട് യൂണിവേഴ്സലാണ്, നിങ്ങൾക്ക് ഏത് കമ്പനിയുടെയും OG അഡാപ്റ്റർ എന്ത് ചെയ്യുക, യൂസ് ചെയ്ത് പോവാം, ഒരു കുഴപ്പം വരില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ക്ലീനിങ് ആണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരുന്നത്. ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക് ഈ ബോർഡ് പോകാൻ ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, ഇനി എന്താ ഈ ഭാഗം ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം ഇതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങൾ എത്രത്തോളം സക്സസ് ആവോ ഇല്ല എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ OG അഡാപ്റ്റർ കൊടുത്തപ്പോൾ നോ ഡിസ്പ്ലേ ആണ്. നോ ഡിസ്പ്ലേ ആയതുകൊണ്ട് മേ ബി ഈ ഒരു ഭാഗത്ത് തന്നെയാണ് വാട്ടർ ഡാമേജ് കാണിക്കുന്നത്. ഇത് സ്കീമാറ്റിക് കാര്യങ്ങളൊക്കെ ലോഡ് ചെയ്തിട്ട് അതിൻ്റെ കമ്പോണൻസ് ഒക്കെ റിപ്പയർ ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം സെറ്റ് ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.